أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد التاتر الله، وصل على سيدنا محمد بعد الرضا، وصل على سيدنا محمد أبدا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ ഉൾക്കൊള്ളുന്ന റിയാദുസ് സ്വാലിഹീൻ എന്ന കിതാബിന്റെ വിവരണമാണ് നമ്മൾ കഴിഞ്ഞ 13 ദിവസങ്ങളിലായിട്ട് പറഞ്ഞത്. ഇന്ന് 14-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു രചിച്ച റിയാദുസ് സ്വാലിഹീൻ എന്ന മഹത് ഗ്രന്ഥം നമ്മളൊരാവർത്തി മനസ്സിലാക്കാൻ വേണ്ടി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രമിച്ചിരിക്കുകയാണ്. തുടർന്നും ആ പ്രവർത്തനവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു, നമ്മൾ അറിഞ്ഞതിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക വളരെ പുണ്യമുള്ള കാര്യമാണ്, നമ്മുടെ ബാധ്യതയാണ് എന്നൊക്കെ. അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ വീണ്ടും അപേക്ഷിക്കുകയാണ്, നമ്മളെ ഹദീസ് ക്ലാസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഏതൊക്കെ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ ആ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മളിത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് വളരെ വിനയാന്വിതനായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, കൂടുതൽ വിശദീകരിക്കാതെ നമുക്ക് ഹദീസ് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇന്ന് അധ്യായം 32, അവഗണിക്കപ്പെടുന്നവരും നിരാലംബരുമായ മുസ്ലിങ്ങളുടെ മഹത്വം. അവരും അവഗണിക്കപ്പെടുന്ന മുസ്ലിങ്ങളെ കുറിച്ചും അതേപോലെ തന്നെ നിരാലംബരായിരിക്കുന്ന മുസ്ലിങ്ങൾ അവരുടെയൊക്കെ മഹത്വങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഹദീസുകൾ എന്ന് പറഞ്ഞു എന്ന് നമുക്ക് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അൽ കഹ്ഫ് സൂറത്തിലെ 28-ാമത്തെ ആയത്തിൽ, റബ്ബിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും അവൻ ആരാധിക്കുന്നവരോടൊപ്പം നിന്റെ ശരീരത്തെ സഹനത്തോടെ നിർത്തുക. അവരിൽ നിന്ന് അഥവാ മറ്റുള്ളവരിലേക്ക് നിന്റെ ദൃഷ്ടി തെറ്റരുത്. ദരിദ്രരുടെയും നിരാലംബരുടെയും നേരെ നീ കണ്ണടച്ച് കളയുകയും അരുത്. ദരിദ്രരുടെയും നിരാലംബരുമായ ആളുകളെ നീ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അവർക്ക് ഭയങ്കര മഹത്വമുണ്ട് എന്ന് വരുന്ന രീതിയിലാണ് ഈ ആയത്ത് നമ്മോട് കൽപ്പിക്കുന്നത്. ഇനി 252-ാമത്തെ ഹദീസ്, ഹാരിസത്ത് ബിൻ വഹ്ബ് റളിയല്ലാഹു അൻഹു നിവേദനം, സ്വർഗവാസികളാരെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവശരും ബലഹീനരുമാണവർ. അവരെങ്ങാനും വല്ല കാര്യവും അല്ലാഹുവിൽ ആണയിട്ട് പറഞ്ഞാൽ അല്ലാഹു അത് നിറവേറ്റി കൊടുക്കുക തന്നെ ചെയ്യും. നരകവാസികൾ ആരാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? ക്രൂരഹൃദയരും പൊങ്ങച്ചം നടിച്ച് നടക്കുന്ന തടിയന്മാരും കുടവയറന്മാരും അഹങ്കാരികളുമാണവർ. ബുഖാരി 10,408, മുസ്ലിം 2853. സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരാൾ തന്റെ സമീപത്ത് കൂടെ നടന്നു പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലുള്ള ഒരാളോട് അയാളെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ജനങ്ങളിൽ മാന്യനാണ് അയാൾ, അല്ലാഹുവാണ്. അയാൾ വിവാഹാലോചന നടത്തിയാൽ ആരും വിവാഹം നടത്തിക്കൊടുക്കും. അയാളുടെ ശുപാർശ എവിടെയും സ്വീകരിക്കപ്പെടും. അയാൾ മറുപടി പറഞ്ഞു. അത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. പിന്നെ മറ്റൊരാൾ അതുവഴി കടന്നുപോയി. അയാളെ പറ്റി നിന്റെ അഭിപ്രായം എന്തെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂലേ, ഏറ്റവും പാവപ്പെട്ട മനുഷ്യനാണ് അയാൾ. അയാൾ വിവാഹാലോചന നടത്തിയാൽ ആരും ചെവിക്കൊള്ളാൻ സാധ്യതയില്ല. ശുപാർശ ചെയ്താലും ആരും സ്വീകരിക്കുകയില്ല. അയാളുടെ വാക്കുകൾ ആരും ചെവിക്കൊള്ളുകയുമില്ല.
ഈ പ്രതികരണം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ ഒന്നാമനെ പോലുള്ളവർ ഭൂമി നിറയെ ഉണ്ടെങ്കിലും ഉത്തമൻ ഇയാളെ പോലുള്ളവരാണ്. ബുഖാരി 9,111,236 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ സഈദ് അൽ-ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ സ്വർഗ്ഗവും നരകവും തമ്മിൽ തർക്കമുണ്ടായി. സ്വച്ഛാധിപതികളും അഹങ്കാരികളും തന്റെ പക്ഷത്താണെന്ന് നരകവും അഗതികളും ദുർബലരും തന്റെ പക്ഷത്താണെന്ന് സ്വർഗവും വാദിച്ചു. അപ്പോൾ അല്ലാഹു അവർക്കിടയിൽ വിധി പറഞ്ഞു, സ്വർഗമേ, നീ എന്റെ കാരുണ്യമാണ്, ഞാൻ ഉദ്ദേശിച്ചവർക്ക് നീ മുഖേനയാണ് ഞാൻ കാരുണ്യം ചൊരിയുക. നരകമേ, നീ എന്റെ ശിക്ഷയാണ്, ഞാൻ ഉദ്ദേശിച്ചവരെ നീ മുഖേനയാണ് ഞാൻ ശിക്ഷിക്കുക. നിങ്ങൾക്കിരുവർക്കും നിറയുവോളം ഞാൻ തരാം. മുസ്ലിം 2846 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭീകരന്മാരായ ചില തടിയന്മാരെ അന്ത്യനാളിൽ ഹാജരാക്കും. പക്ഷെ അല്ലാഹുവിങ്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ ഭാരം പോലും ഇവർക്കുണ്ടാവില്ല. ബുഖാരി 8,324, മുസ്ലിം 2,785 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പള്ളി തൂത്ത് വൃത്തിയാക്കിയിരുന്ന ഒരു കറുത്ത സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷനുണ്ടായിരുന്നു. അവളെ അല്ലെങ്കിൽ അയാളെ കാണാതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു. അയാൾ മരിച്ചുപോയെന്ന് ആരോ പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ ആ വിവരം അറിയിച്ചില്ല? അവർ അയാളെ അല്ലെങ്കിൽ അവളെ നിസാരമായി കണ്ടതുപോലെയുണ്ട്. ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അവിടെ ചെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യത്തിനെ നിസ്കരിച്ചു. അനന്തരം അവിടുന്ന് പറഞ്ഞു, നിശ്ചയം ഈ ഖബറുകൾ അതിലെ നിവാസികൾക്ക് ഇരുളടഞ്ഞതാണ്. അവർക്ക് വേണ്ടിയുള്ള എന്റെ നിസ്കാരം ദുആ കാരണം അത് പ്രഭാപൂരിതമാകും. ബുഖാരി 1460, മുസ്ലിം 956 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുടി ജടകുത്തിയ പൊടിപുരണ്ട വാതിൽക്കൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന എത്രയെത്ര ആളുകൾ അല്ലാഹുവിന്റെ ഔദാര്യം പ്രതീക്ഷിച്ച് അവരാരും സത്യം ചെയ്താൽ അല്ലാഹു അത് നിറവേറ്റി കൊടുക്കുക ചെയ്യും. അള്ളാഹുവിന്റെ ഔദാര്യം പ്രതീക്ഷിച്ച് അവരൊരു സത്യം ചെയ്താൽ അള്ളാഹു അത് നിറവേറ്റി കൊടുക്കുക തന്നെ ചെയ്യും. മുസ്ലിം 2622 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, അപ്പൊ മുടിയൊക്കെ ജടകുത്തി നടക്കുന്ന ഒരാളെ കണ്ടാലേ നിങ്ങൾ കളിയാക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. നമ്മൾ അദ്ദേഹത്തെ കളിയാക്കാൻ നിൽക്കണ്ട. അദ്ദേഹം ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കല് പ്രിയപ്പെട്ടവനായിരിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, അത് നമ്മൾ പറഞ്ഞതല്ലേ. അടുത്ത ഹദീസ്, ഉസാമ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിഅ്റാജ് രാത്രിയിലെ സ്വർഗ കവാടത്തിൽ ഞാൻ നിന്നു. അതിൽ പ്രവേശിക്കുന്നവരിൽ അധികവും അഗതികളാണെന്ന് ഞാൻ കണ്ടു. ധനികർ സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കാതെ തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്നു. നരകത്തിന് അർഹരായവരോട് അതിൽ പ്രവേശിക്കാൻ കൽപ്പന വന്നു. ഞാൻ നരകവാതിലിനടുത്ത് ചെന്നു നോക്കി. അതിൽ പ്രവേശിച്ചവരിൽ അധികവും സ്ത്രീകളായിരുന്നു. ബുഖാരി 11,361, മുസ്ലിം 2,736. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 പേർ മാത്രമേ തൊട്ടിലിൽ വെച്ച് സംസാരിച്ചിട്ടുള്ളൂ. ഒന്ന് മറിയമിന്റെ മകൻ ഈസാ അലൈഹിസ്സലാം, 2 ജുറൈജിന്റെ കൂട്ടുകാരൻ. ജുറൈജ് ആരാധനാനിമഗ്നായ ഒരു ഭക്തനായിരുന്നു. ഒരാശ്രമത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. ആരാണ് ജുറൈജ് എന്നറിയണ്ടേ? ഒരിക്കൽ അദ്ദേഹം നിസ്കരിച്ചു കൊണ്ടിരിക്കെ മാതാവ് കാണാൻ ചെന്നു. ജുറൈജ് ധർമ്മസങ്കടത്തിലായി. അവർ മകനെ വിളിച്ചു, എന്റെ നാഥ, എന്റെ നിസ്കാരം എന്റെ ഉമ്മയുടെ വിളി, ഞാൻ അതിന് മുൻഗണന നൽകണം നാഥ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിസ്കാരം പൂർത്തിയാക്കാൻ തുനിഞ്ഞു. തന്റെ വിളിക്ക് പ്രതികരണം ഉണ്ടാകാതിരുന്നപ്പോൾ മാതാവ് തിരിച്ചുപോയി. പിറ്റേ ദിവസവും അദ്ദേഹം നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മാതാവ് വന്ന് വിളിച്ചത്.
നാദാ, നിസ്കാര സമയത്ത് എന്റെ മാതാവ് എന്നെ വിളിക്കുന്നു, ഞാൻ എന്ത് ചെയ്യുമെന്ന വിചാരത്തോടെ അന്ന് അദ്ദേഹം നിസ്കാരത്തിൽ മുഴുകി. അന്നും പ്രതികരണമില്ലാതായപ്പോൾ അവർ തിരിച്ചുപോയി. മൂന്നാം ദിവസം നിസ്കാര സമയത്ത് തന്നെയാണ് മാതാവ് വന്ന് വിളിച്ചത്. അപ്പോഴും നാദാ, നിസ്കാര സമയത്ത് തന്നെയാണല്ലോ എന്റെ മാതാവ് വന്ന് വിളിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യുമെന്ന വിചാരത്തോടെ അദ്ദേഹം നിസ്കാരത്തിൽ തന്നെ മുഴുകി. നിസ്കാരം അല്ലാഹുവിനുള്ള സംഭാഷണമാണ്. സൃഷ്ടിയായ മാതാവിനില്ല, സൃഷ്ടാവായ അല്ലാഹുവിനാണ് മുൻഗണന നൽകേണ്ടതെന്ന ചിന്തയിൽ നിസ്കാരം കഴിഞ്ഞ് മാതാവിനെ കാണാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിചാരം. താൻ 3 ദിവസം വന്ന് വിളിച്ചിട്ട് മകൻ പ്രതികരിക്കുന്നില്ലല്ലോ എന്ന വിഷമം കാരണം. അപ്പോൾ മാതാവ് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, അഭിസാരികമാരുടെ മുഖം കണ്ടിട്ടല്ലാതെ ഇവനെ നീ മരിപ്പിക്കരുത്. ഇസ്രായേലിലെ ജുറൈജിനെയും അദ്ദേഹത്തിന്റെ ആരാധനയെയും പ്രശംസിച്ചു സംസാരിക്കാറുണ്ടായിരുന്നു. അവർക്കിടയിൽ അതിസുന്ദരിയായ ഒരു അഭിസാരിക കേൾക്കാനിടയായി. അവൾ പറഞ്ഞു, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അയാളെ വശീകരിച്ച് നാശത്തിലകപ്പെടുത്താം. അവർ അനുകൂലിച്ചു. അങ്ങനെ അവർ അണിഞ്ഞൊരുങ്ങി ജുറൈജിനെ സമീപിച്ചു. അദ്ദേഹം അവളെ തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. നിരാശയായ അവൾ ആശ്രമത്തിനടുത്തുള്ള ഒരിടയനെ സമീപിച്ചു. തന്റെ ശരീരം അവന് കാഴ്ചവെച്ചു. അതിൽ അവൾ ഗർഭിണിയായി. പ്രസവിച്ചപ്പോൾ ഇത് ജുറൈജിന്റെ കുഞ്ഞാണെന്ന് അവൾ പറഞ്ഞു പരത്തി. ഇതറിഞ്ഞ ജനങ്ങൾ ജുറൈജിനെ ആശ്രമത്തിൽ വന്ന് പിടിച്ചിറക്കുകയും മർദ്ദിക്കുകയും ആശ്രമം പൊളിച്ചു കളയുകയും ചെയ്തു. ഒന്നും മനസ്സിലാവാതെ ജുറൈജ്, നിങ്ങൾക്ക് എന്ത് പറ്റി, എന്താണുണ്ടായത് എന്ന് ചോദിച്ചു കൊണ്ടിരുന്നു. ഈ അഭിസാരികമായി നീ ബന്ധപ്പെടുകയും അവളിൽ നിനക്കൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തിട്ടില്ലേ എന്നവർ ചോദിച്ചപ്പോൾ ജുറൈജ് റളിയല്ലാഹു അൻഹു കുഞ്ഞെവിടെ എന്ന് അന്വേഷിച്ചു. അവർ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ എന്നെ ഒന്ന് നിസ്കരിക്കുവാൻ അനുവദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അവർ അനുവദിച്ചു. നിസ്കാരാനന്തരം കുഞ്ഞിനെ സമീപിച്ച് അതിന്റെ ഉദരത്തിൽ കുത്തിക്കൊണ്ട് ജുറൈജ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, കുട്ടി, നിന്റെ പിതാവ് ആരാണ്? അപ്പോൾ കുഞ്ഞ് സംസാരിച്ചു, എന്റെ പിതാവ് ആ ഇടയനാണ്. അതോടെ ആക്രമിച്ച ജനങ്ങൾ അദ്ദേഹത്തെ ചുംബിക്കുകയും തലയോടുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് സ്വർണം കൊണ്ടൊരാശ്രമം പണിതു തരാം. വേണ്ട, നിങ്ങൾ കളിമണ്ണ് കൊണ്ട് എന്റെ ആശ്രമം പുനർനിർമ്മിച്ചു തന്നാൽ മതി എന്നായിരുന്നു ജുറൈജിന്റെ പ്രതികരണം. തൊട്ടിൽ വെച്ച് സംസാരിച്ച 3ാമത്തെ കുട്ടി കുഞ്ഞിന് വില കൊടുത്തുകൊണ്ടിരിക്കവേ ഒരു മാതാവ് വില പിടിച്ച ചന്തമുള്ള ഒരു സവാരി മൃഗപ്പുറത്ത് കയറിപ്പോകുന്ന ഒരാളെ കൊണ്ടു. അപ്പോൾ ആ മാതാവ് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, എന്റെ മകനെ ഇയാളെപ്പോലെ അന്തസ്സുള്ളവനാക്കണമേ. ഉടനെ കുട്ടി മുല കുടിക്കുന്നത് നിർത്തി അയാൾ നോക്കിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ, അവനെ പോലെ നീ എന്നെ ആക്കരുത്. കുട്ടി വീണ്ടും മുല കുടിക്കാൻ തുടങ്ങി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്മരിക്കുന്നു, കുട്ടി മുല കുടിക്കുന്ന രംഗം ചിത്രീകരിച്ചുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടുവിരൽ വായിലിട്ട് ഓമ്പുന്നത് ഞാൻ ഇപ്പോഴും കൺമുന്നിൽ കാണുന്ന പോലെ. പിന്നെ അവർ ഒരു അടിമ പെൺകുട്ടിയുടെ അടുത്ത് കൂടി നടന്നു പോയി വ്യഭിചാരവും മോഷണവും ആരോപിച്ച് ജനങ്ങൾ അവളെ അടിക്കുന്നു. അപ്പോൾ എനിക്ക് അല്ലാഹു മതി, ബരമേൽപ്പിക്കാൻ ഉത്തമൻ അവൻ തന്നെ എന്ന് അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് മാതാവിനെ പോലെ എന്റെ മകനെ ആക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു. തത്സമയം കുട്ടി മുല കൂടി നിർത്തി അവളെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, അവളെ പോലെ എന്നെ നീ ആക്കണമേ. അപ്പോൾ ആ മാതാവ് മകനോട് ചോദിച്ചു, മകനെ, സുന്ദരനായ ഒരാൾ ഇതിലേക്ക് പോയപ്പോൾ എന്റെ മകനെ ഇയാളെ പോലെ ആക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നെ ഇയാളെ പോലെ ആക്കരുതേ എന്ന് നീ പ്രാർത്ഥിച്ചു. പിന്നെ ഒരടിമ പെൺകുട്ടിയെ കളവും വ്യഭിചാരവും ആരോപിച്ച് മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ ഇവളെപ്പോലെ എന്റെ മകനെ ആക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ നീ പ്രാർത്ഥിച്ചത് ഇവളെപ്പോലെ എന്നെ നീ ആക്കണമേ എന്നായിരുന്നു. എന്താണ് ഇതിന്റെ രഹസ്യം? കുട്ടി പറഞ്ഞു, ആ മനുഷ്യൻ ഒരു സ്വച്ഛാധിപതിയായിരുന്നു, അതുകൊണ്ടാണ് അവനെ പോലെ എന്നെ ആക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. ആ സ്ത്രീ യഥാർത്ഥത്തിൽ വ്യഭിചരിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്തിട്ടില്ല. അവർ വെറുതെ പറയുകയാണ്, അവൾ നിരപരാധിയും മർദ്ദിതയുമാണ്. അതുകൊണ്ടാണ് ഞാൻ അല്ലാഹുവേ, എന്നെ അവളെ പോലെ ആക്കേണമേ എന്ന് പ്രാർത്ഥിച്ചത്. ബുഖാരി 6:344, 348, മുസ്ലിം 8:2550 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 33. അനാഥകളോടും പെൺകുട്ടികളോടും ദുർബലരോടുമുള്ള അനുകമ്പ. അല്ലാഹു പറഞ്ഞു, സത്യവിശ്വാസികളോട് നീ വിനയം കാണിക്കണം. ഹിജ്റ 88. നാഥന്റെ പേര് മാത്രം കാംക്ഷിച്ചുകൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന ജനങ്ങളോടൊന്നിച്ച് നിന്നെയും നീ പിടിച്ചു നിർത്തണം. ഐഹിക ആഡംബരങ്ങളെ മോഹിച്ച് നാഥന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന ജനങ്ങളോടൊന്നിച്ചു നിന്നെയും നീ പിടിച്ചു നിർത്തണം. ഐഹികാഡംബരങ്ങൾ മോഹിച്ച് അവരിൽ നിന്നും ദൃഷ്ടി തിരിച്ചു കളയരുത്. അൽ കഹഫ് 281.
അനാഥരെ നീ ബലം പ്രയോഗിച്ച് കീഴടക്കരുത്, സഹായം ചോദിക്കുന്നവരെ നീ ആട്ടിയോടിക്കരുത്. ദുഹ 9:10. പ്രതിഫലം നൽകപ്പെടുന്നത് കളവാക്കുന്നവനെ നീ കണ്ടിട്ടില്ലേ? പ്രതിഫലം നൽകപ്പെടുമെന്ന് കളവാക്കുന്നവനെ നീ കണ്ടില്ലേ? അനാഥയെ ആട്ടിപ്പുറത്താക്കുന്നവനും അഗതിക്ക് ആഹാരം നൽകുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കാത്തവനുമാണവൻ. മാവൻ 1:3. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഞങ്ങൾ 6 പേര് സദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടാകാറുണ്ട്. ഞാൻ ഇബ്നു മസ്ഊദ്, ഹുദൈൻ ഗോത്രക്കാരനായ ഒരാള്, ബിലാല്, എനിക്ക് പേരറിയാത്ത 2 പേർ എന്നിവരായിരുന്നു ആ 6 സംഘം. ഒരിക്കൽ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞങ്ങളോട് നെഞ്ചേക്ക് കാണിക്കാതിരിക്കാൻ ഇവരെ താങ്കൾ ആട്ടിയോടിക്കുക. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച എന്തൊക്കെയോ വിചാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുദിച്ചു. അപ്പോഴാണ് നാഥന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചു. പ്രഭാതത്തിലും പ്രദോഷത്തിലും അവൻ ആരാധിക്കുന്നവരെ നീ ആട്ടിയോടിക്കരുത്. അൻആം സൂറത്തിൽ 52 എന്ന് 52ാമത്തെ ഖുർആൻ സൂക്തം അവതരിച്ചത്. മുസ്ലിം 46,2413 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. ആയിദർ റളിയല്ലാഹു അൻഹു നിവേദനം, ബൈത്തുൽ റിദ്വാനിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഇദ്ദേഹം. ഹിജ്റ 1 ഹുദൈബിയ സന്ധിക്കു ശേഷം നടന്നതാണ് ഈ ബൈത്തുൽ റിദ്വാൻ. സൽമാൻ, സുഹൈബ്, ബിലാൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരെ അബൂ സുഫിയാൻ സന്ദർശിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ ശത്രുവിൽ അബൂ സുഫിയാൻ അവന്റെ വാൾ വേണ്ടതുപോലെ പ്രയോഗിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് എന്നുദ്ദേശം. ഇത് കേട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുറൈശി പ്രമുഖരും നേതാവുമായ ഒരാളോടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ചെന്ന് വിവരം പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ചോദിച്ചു, അബൂബക്കർ, നിങ്ങൾ അവരെ കോപാകുലരാക്കിയിരിക്കുമല്ലോ. നിശ്ചയം നിങ്ങൾ അവരെ കോപാകുലരാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നാഥനെ തന്നെയാണ് കോപിപ്പിച്ചിരിക്കുന്നത്. ഇത് കേട്ട മാത്രമല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ കോപാകുലരാക്കിയിട്ടുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല. സഹോദര, താങ്കൾക്ക് അല്ലാഹു മാപ്പ് തരട്ടെ. മുസ്ലിം 2505 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു നിവേദനം, തന്റെ നടുവിരലും ചൂണ്ടുവിരലും ഉയർത്തി അല്പം വിടർത്തി കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണ്. ബുഖാരി 10:365. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതരരുടെയോ അനാഥയെ സംരക്ഷിക്കുന്നവരും ഞാനും സ്വർഗത്തിൽ ഈ 2 വിരൽ പോലെ അടുത്തായിരിക്കും. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു തന്റെ നടുവിരലും ചുണ്ടുവിരലും കൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. മുസ്ലിം 2983. ഇവിടെ തന്റെ അനാഥര എന്ന് പറയുന്നത് തന്റെ കുടുംബത്തിലുള്ള അനാഥരെ കുറിച്ചാണ്. തന്റെ കുടുംബത്തിലുള്ള അനാഥരാവട്ടെ, അതല്ല ഇനി പുറത്തുള്ള അനാഥരാവട്ടെ, ആരായിരുന്നാലും അനാഥകരെ സംരക്ഷിക്കുന്നവൻ ഇങ്ങനെ ആയിരിക്കുമെന്ന് ചൂണ്ടുവിരലും നടുവിരലും ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ആയിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, 1-2 പിടി ആഹാരമോ കാരക്കയോ ലഭിച്ചാൽ തിരിച്ചു പോകാമെന്ന നിലയ്ക്ക് ജനങ്ങൾക്കിടയിൽ ചുറ്റി നടക്കുന്നവനല്ല അഗതി, യാചിക്കാതെ ഒതുങ്ങിക്കഴിയുന്നവരാണ്. മറ്റൊരു നിവേദനം, 1-2 പിടി ആഹാരമോ കാരക്കയോ കിട്ടിയാൽ തിരിച്ചു പോകാമെന്ന നിലയ്ക്ക് ജനങ്ങൾക്കിടയിൽ നടക്കുന്നവനല്ല യഥാർത്ഥ അഗതി, മറിച്ച് ആവശ്യത്തിന് മതിയാവുന്നത്ര ധനം ലഭിക്കാത്തവന് ധർമ്മം കിട്ടാൻ വേണ്ടി തന്റെ സ്ഥിതി ആരെയും അറിയിക്കാത്തവനും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഭിക്ഷയാചിക്കാത്തവനുമാണ് യഥാർത്ഥ അഗതി. ബുഖാരി 8:182, 267, 270. മുസ്ലിം 102,1039. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഗതികൾക്കും വിധവകൾക്കും വേണ്ടി പരിശ്രമിക്കുന്നവർ അല്ലാഹുവിന്റെ മാർഗത്തിലാണ്, അല്ലാഹുവിന്റെ മാർഗത്തിലെ പോരാളിയെ പോലെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ആലസ്യം പിടികൂടാതെ നിസ്കരിക്കുന്നവനെയും ഒഴിവാക്കാതെ നോമനുഷ്ഠിക്കുന്നവനെയും പോലെയാണവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എനിക്ക് ധാരണയുണ്ട്. ബുഖാരി 10:366, മുസ്ലിം 2982 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. അഗതികളെ സഹായിക്കുക, ആലംബന വിധവകളായിരിക്കുന്ന സ്ത്രീകളെ സഹായിക്കുക. ഇതൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് വളരെ പുണ്യമുള്ള കാര്യമാണ് കേട്ടോ. അതിനൊക്കെ വേണ്ടി പരിശ്രമിക്കുന്നത് യുദ്ധം ചെയ്യുന്നതിന് തുല്യമാണെന്ന് ആരംഭ നബിയുനാ ഖാല റസൂലുള്ളാഹി.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ധനികരെ ക്ഷണിക്കുകയും ദരിദ്രരെ തഴയുകയും ചെയ്യുന്ന സദ്യ ചീത്ത ഭക്ഷണമാണ്. ബുഖാരി, മുസ്ലിം. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, 2 പെൺകുട്ടികളെ പ്രായപൂർത്തിയാകുന്നതുവരെ സംരക്ഷിച്ചവനും ഞാനും അന്ത്യനാളിൽ ഇപ്രകാരമാണ് വരിക എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 2 വിരലുകൾ ചേർത്ത് കാണിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, ഒരിക്കൽ ഒരു സ്ത്രീ 2 പെൺമക്കളോടൊപ്പം ഭിക്ഷ യാചിച്ചിട്ട് എന്റെ അരികിൽ വന്നു. ഒരു ചുള കാരക്കയല്ലാതെ മറ്റൊന്നും അപ്പോൾ എന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. ഞാനത് അവൾക്ക് കൊടുത്തു. അവൾ അത് ഭാഗിച്ച മക്കൾക്ക് കൊടുത്തു. അവൾ അതിൽ നിന്ന് ഒന്നും തിന്നില്ല. അവൾ പോയി കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വന്നു. ഞാൻ ആ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ആരെങ്കിലും പെൺകുട്ടികൾക്ക് കാരണം പരീക്ഷിക്കപ്പെടുകയും അവരെ സംരക്ഷിച്ച് വളർത്തുകയും ചെയ്താൽ നരകത്തെ തൊട്ട് ആ പെൺകുട്ടികൾ അവര് മറയായിത്തീരുന്നതാണ്. ബുഖാരി 3125, മുസ്ലിം 2629 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക, പെൺകുട്ടികളോടുള്ള ആദരവ് എത്രത്തോളം മഹത്വമാണ് ഇസ്ലാം ദീൻ കൽപ്പിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, 2 പെൺമക്കളെ എടുത്തുകൊണ്ട് ഒരു ദരിദ്ര സ്ത്രീ എന്റെ അരികിൽ വന്നു. ഞാൻ അവൾക്ക് 3 കാരക്ക ഭക്ഷിക്കാൻ കൊടുത്തു. അവൾ 2 കുട്ടികൾക്കും ഓരോ കാരക്ക കൊടുത്തു. മൂന്നാമത്തേത് തന്റെ വായിലേക്ക് ഉയർത്തിയപ്പോൾ ആ കുട്ടികൾ വീണ്ടും ഭക്ഷണം ആവശ്യപ്പെട്ടു. അവൾ തിന്നാൻ ഉദ്ദേശിച്ച ആ കാരക്കയും കുട്ടികൾക്ക് വീതിച്ചു കൊടുത്തു. ഈ കാര്യം എന്നെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തി. അവരുടെ ഈ പ്രവൃത്തി ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, അത് കാരണം അവൾക്ക് സ്വർഗപ്രവേശം അനിവാര്യമായി, അല്ലെങ്കിൽ നരകമോചനം ലഭിച്ചു. മുസ്ലിം 2630 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ശുറൈഹ് അഥവാ ഖുവൈലിദ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവേ, അനാഥർ, സ്ത്രീകൾ എന്നിവരുടെ അവകാശങ്ങൾ അവഗണിക്കുന്നവരെ ഞാനും പാപികളായി കാണുകയും താക്കീത് നൽകുകയും കർശനമായി തടയുകയും ചെയ്യുന്നു. അഹ്മദ് 2439 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മുസ്അബ് റളിയല്ലാഹു അൻഹു നിവേദനം, എന്റെ പിതാവായ സഅദ് റളിയല്ലാഹു അൻഹുവിന് താൻ മറ്റുള്ളവരെക്കാൾ മഹത്വമുള്ള ഒരു വ്യക്തിയാണെന്ന ധാരണയുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളിലുള്ള ദുർബലർ കാരണമല്ലേ നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നതും സഹായം കിട്ടുന്നതും? അതുകൊണ്ട് മേന്മ നടിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ചുരുക്കം. ബുഖാരി 665. 272 ഹദീസാണ് അടുത്തത്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് വേണ്ടി നിങ്ങൾ അബലരെ തേടി പിടിക്കുക. നിങ്ങൾക്ക് സഹായവും ഭക്ഷണവും ലഭിക്കുന്നത് സാധുക്കൾ കാരണമാണ്. അബൂ ദാവൂദ് 2594 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 34, സ്ത്രീകളെ കുറിച്ചുള്ള വസിയത്ത്. അല്ലാഹു പറയുന്നു, അവരോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കുക. നിസാ 18. എത്ര തന്നെ ആഗ്രഹിച്ചാലും ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. എങ്കിലും അവരിലൊരുവനിലേക്ക് നിങ്ങൾ പൂർണ്ണമായും ചായരുത്. അങ്ങനെയാകുമ്പോൾ മറ്റവളെ ബന്ധിക്കപ്പെട്ട വിധത്തിൽ ഉപേക്ഷിക്കേണ്ടി വരും. നിങ്ങൾ അവരോട് നല്ല നിലയിൽ പെരുമാറുകയും അസമത്വം കാണിച്ചു പോകുന്നത് സൂക്ഷിക്കുകയും ചെയ്താൽ നിങ്ങളുടെ കറുത്ത പാകപ്പിഴവുകൾ നാഥൻ പൊറുക്കും. അല്ലാഹു അധികം പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. നിസാ 129 ആയത്തില്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളോട് നല്ലത് വസിയത്ത് ചെയ്യുക. സ്ത്രീകളെ സൃഷ്ടിച്ചത് വാരിയല്ലിനാലാണ്. ഏറ്റവും വളഞ്ഞ വാരിയല്ല് മുകൾ ഭാഗത്തുള്ളതാണ്. അതിന്റെ വക്രത നിവർത്താൻ നീ ശ്രമിച്ചാൽ അത് പൊട്ടിക്കേണ്ടി വരും. അതേ നിലയിൽ തന്നെ വിട്ടേക്കുകയാണെങ്കിൽ അത് വളഞ്ഞുകൊണ്ടേയിരിക്കും. അതിനാൽ സ്ത്രീകളോട് നിങ്ങൾ നല്ലത് ഉപദേശിക്കുകയെ, കൂടുതൽ വളക്കും വേണ്ട, കൂടുതൽ നിവർത്താനും ശ്രമിക്കേണ്ട. ബുഖാരി 6:261, 262, 9:218, 219, മുസ്ലിം 59, 60, 1468 റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, അതിനാൽ സ്ത്രീകളോട് നിങ്ങൾ നല്ലത് ഉപദേശിക്കുകയെ, അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാൽ നമ്മളൊരു പ്രയോഗമുണ്ട്, നിങ്ങളത് വളക്കാനും ശ്രമിക്കണ്ട, നിങ്ങളത് നീർത്താനും ശ്രമിക്കണ്ട. കാരണം വളച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. വളച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ വളഞ്ഞുകൊണ്ടേയിരിക്കും. നീർത്താൻ ശ്രമിച്ചാലോ അത് പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ സ്ത്രീകളോട് നല്ലത് ഉപദേശിച്ചുകൊണ്ട് അതിന്റെ മിഡിൽ അങ്ങനെ നിർത്തിയാൽ മതി. അതാണ് നല്ലത്. അതേ നടക്കുകയുള്ളൂ. ബുഖാരി, മുസ്ലിം നിവേദനം, സ്ത്രീ വാരിയല്ല് പോലെയാണ്. നേരെയാക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവളെ പൊട്ടിക്കേണ്ടി വരും. നീ അവളുമായി സുഖിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവളെ വക്രതയോട് കൂടി തന്നെ സുഖിച്ചു കൊള്ളുക.
മുസ്ലിം നിവേദനം, സ്ത്രീ വാരിയല് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവളാണ്. നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ അവൾ നേരെയാവുകയില്ല. നീ അവളോടൊപ്പം സുഖിക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവരുടെ വക്രതയോട് കൂടി തന്നെ സുഖിച്ചുകൊള്ളുക. ആ വക്രത പൂർണ്ണമായി നേരെയാക്കുവാൻ തുനിയുകയാണെങ്കിൽ അവളെ പൊട്ടിക്കേണ്ടി വരും. അവളെ പൊട്ടിക്കുക എന്നാൽ വിവാഹമോചനമാണ്. അബ്ദുല്ലാഹിബ്നു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കുന്നത് അദ്ദേഹം കേട്ടു. സ്വാലിഹ് നബിയുടെ ഒട്ടകത്തെയും അതിനെ അറുത്തവനെയും സംബന്ധിച്ചാണ് അവിടുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ന ഖുർആൻ സൂക്തം വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, അതിനുവേണ്ടി തയ്യാറെടുത്തത് അദ്ദേഹത്തിന്റെ സമുദായത്തിലെ അതിദുഷ്ടനായ ഒരു റൗഡിയാണ്, അധിഷ്ഠനായ ഒരു പ്രകൃതക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രസംഗത്തിലെ സ്ത്രീകളെ പരാമർശിക്കുകയും അവരുടെ കാര്യത്തിൽ സദസ്സിനെ ഉപദേശിക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു, അടിമകളെ പ്രഹരിക്കും പ്രകാരം നിങ്ങൾ ഭാര്യയെ അടിക്കുകയും എന്നിട്ട് അന്ന് തന്നെ അന്ത്യാമത്തിൽ അവളുമായി സല്ലപിക്കാൻ ഒരുമ്പിടുകയും ചെയ്യുന്നുവോ? ഇതെന്ത് വൈരുദ്ധ്യം! പിന്നെ അവിടുന്ന് ഉപദേശിച്ചത് അധോ വായു വിടുമ്പോൾ ചിരിക്കുന്നവനെ സംബന്ധിച്ചായിരുന്നു. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ഈ പ്രവൃത്തിയിൽ എന്താണ് ഇത്ര ചിരിക്കാൻ? ബുഖാരി 8542, മുസ്ലിം 2855 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസിനിയോട് കോപിക്കരുത്. അവരുടെ ഒരു സ്വഭാവം വെറുക്കത്തക്കതാണെങ്കിൽ മറ്റൊന്ന് തൃപ്തികരമായിരിക്കും. മുസ്ലിം 1469 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. നിവേദനം, ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ സ്തുതിക്കുകയും പ്രശംസിക്കുകയും ജനങ്ങളെ ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്ത ശേഷം പറഞ്ഞു, അറിയുക, സ്ത്രീകളോട് നിങ്ങൾ നല്ലത് ഉപദേശിക്കണം. അവർ തടവുകാരെ പോലെ നിങ്ങളുടെ അടുക്കൽ കഴിഞ്ഞുകൂടുകയാണ്. അത് ദാമ്പത്യ സുഖം അല്ലാതെ മറ്റൊരധികാരവും നിങ്ങൾക്ക് അവരിലില്ല. അവർ അസാൻമാർഗിക നടപടികൾ ഏർപ്പെട്ടെന്ന് വ്യക്തമായാൽ നിങ്ങൾ അവരെ കിടപ്പറയിൽ ബഹിഷ്കരിക്കുക, പരിക്കേൽപ്പിക്കാതെ വിധമടിക്കുകയും ചെയ്യുക. അവർ നിങ്ങളെ അനുസരിച്ചാൽ പിന്നെ നിങ്ങൾ അവരുടെ മേൽ മറ്റു ശിക്ഷാമാർഗങ്ങൾ സ്വീകരിക്കരുത്. അറിയുക, നിങ്ങൾക്ക് സ്ത്രീകൾക്ക് നിങ്ങളോടും ചില ബാധ്യതകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങളുടെ വീടുകളിൽ പ്രവേശനം നൽകാതിരിക്കുകയും നിങ്ങളുടെ വിരിപ്പിൽ ചവിട്ടിക്കാതിരിക്കുകയും അഥവാ വ്യഭിചരിക്കാതിരിക്കുകയും ചെയ്യലാണ് അവർക്ക് നിങ്ങളോടുള്ള ബാധ്യത. അറിയുക, വസ്ത്രത്തിലും ഭക്ഷണത്തിലും അവർക്ക് ഗുണം ചെയ്യലാണ് അവരോടുള്ള നിങ്ങളുടെ ബാധ്യത. തിരുമതി 1163 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. നിവേദനം, അള്ളാഹുവിന്റെ ദൂതരെ, ഭാര്യമാരോടുള്ള ബാധ്യത എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നാലും എന്ന് ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നീ ഭക്ഷിച്ചാൽ അവളെയും ഭക്ഷിക്കുക, നീ ധരിച്ചാൽ അവളെയും ധരിപ്പിക്കുക, അവളുടെ മുഖത്ത് അടിക്കുകയോ ദുസ്വഭാവി എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയോ ചെയ്യരുത്. ശയനമുറയിലല്ലാതെ അവളെ ബഹിഷ്കരിക്കാനും പാടില്ല. അബൂ ദാവൂദ് 2142 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസികളിൽ സമ്പൂർണ്ണ സൽസ്വഭാവിയാണ്. നിങ്ങളിൽ അത്യുത്തമൻ ഭാര്യമാരോട് നല്ല നിലയിൽ വർത്തിക്കുന്നവനാണ്. തിർമിദി 1162 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. നിവേദനം, നിങ്ങൾ ആരും അല്ലാഹുവിന്റെ ദാസികളായ സ്ത്രീകളെ പ്രഹരിക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അവർക്ക്. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധിയിൽ ചെന്നു. സ്ത്രീകൾ ഭർത്താക്കന്മാരോട് വഴക്കിടാൻ തന്റെ ഇടം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് പരാതി പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അടിക്കാൻ അനുമതി നൽകി. അതോടെ ധാരാളം സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരെ സംബന്ധിച്ച് പരാതിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെ സമീപിച്ചു തുടങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹമ്മദിന്റെ കുടുംബത്തോട് ഞങ്ങളുടെ ഭർത്താക്കന്മാരെ സംബന്ധിച്ച് പരാതിപ്പെടാൻ കുറെ സ്ത്രീകൾ കറങ്ങി തുടങ്ങിയിരിക്കുന്നു. അവർ നിങ്ങളിൽ ഉത്തമരല്ല. അബൂ ദാവൂദ് 2146 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ലോകം ഭോഗപ്രധാനമാണ്. അതിലുത്തമമായ ഭോഗവസ്തു പവിത്രവതിയായ സ്ത്രീയാണ്. മുസ്ലിം 1467. അധ്യായം 35, ഭർത്താവിനോടുള്ള ബാധ്യത. അല്ലാഹു പറഞ്ഞു, സ്ത്രീകളുടെ മേൽ ഉത്തരവാദിത്തമുള്ളവരാണ് പുരുഷന്മാർ. ബുദ്ധിയിലും നിയന്ത്രണശേഷിയിലും ആരാധനയിലും ഒക്കെ ഉത്തരവാദിത്തമുണ്ട്. ചിലരേക്കാൾ ബുദ്ധിയിലും നിയന്ത്രണശേഷിയിലും ആരാധനയിലും ചിലരേക്കാൾ വിശിഷ്ടരാക്കിയത് കൊണ്ട് പുരുഷന്മാർ തങ്ങളുടെ ധനത്തിൽ നിന്ന്
സ്ത്രീകൾക്ക് മഹറും ജീവിതത്തിലും ചെലവഴിക്കുന്നത് കൊണ്ടുമാണത്. ഭർത്താവിന്റെ അഭാവത്തിൽ അള്ളാഹു സൂക്ഷിക്കാൻ നിർദ്ദേശിച്ചത് സൂക്ഷിക്കുന്നവരും അള്ളാഹുവിനെ അനുസരിക്കുന്നവരുമാണ് നല്ല സ്ത്രീകളെ. നിസാ സൂറത്തിലെ 34-ാമത്തെ ആയത്ത് 281-ാമത്തെ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം. ഭാര്യയെ ഭർത്താവ് കിടപ്പറയിലേക്ക് ക്ഷണിച്ചിട്ട് അവൾ ചെന്നില്ല. അത് കാരണം അവൻ അവളോട് കോപിച്ച നിലയിലാണ് ആ രാത്രി കഴിച്ചു കൂട്ടിയത് എങ്കിൽ നേരം പുലരുന്നത് വരെ മലക്കുകൾ അവളെ ശപിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ബുഖാരി 9-158, മുസ്ലിം 121, 122, 1436. ബുഖാരിയും മുസ്ലിമും നിവേദനം. അകാരണമായി സ്ത്രീ തന്റെ ഭർത്താവിന്റെ കിടപ്പറ ഉപേക്ഷിച്ച് രാത്രി കഴിച്ചു കൂട്ടിയാൽ നേരം പുലരുവോളം മലക്കുകൾ അവളെ ശപിച്ചുകൊണ്ടിരിക്കും. മറ്റൊരു നിവേദനത്തിലുള്ളത്, എന്റെ ആത്മാവിന്റെ നിയന്ത്രണമേറ്റനാഥനാണ്. ഭർത്താവ് കിടപ്പറയിലേക്ക് ക്ഷണിച്ചിട്ട് ഭാര്യ അത് നിരസിച്ചാൽ പിന്നെ ഭർത്താവ് അവളിൽ സന്തുഷ്ടനാവുന്നത് വരെ ഉപരിലോകത്തേക്കുള്ളവർ അവളെ വെറുക്കുന്നതാണ്, ഉപരിലോകത്തുള്ളവർ അവളെ വെറുക്കുന്നതാണ്, അഥവാ മലക്കുകൾ അവളെ വെറുക്കുന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭർത്താവ് സ്ഥലത്തുള്ളപ്പോൾ അവന്റെ അനുമതി കൂടാതെ ഭാര്യ നോമ്പനുഷ്ഠിക്കുകയോ അവന്റെ വീട്ടിൽ മറ്റൊരാൾക്ക് പ്രവേശനം നൽകുകയോ ചെയ്യാൻ പാടില്ല. ബുഖാരി 9-259, 260, മുസ്ലിം 1026. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെല്ലാം ഭരണകർത്താക്കളാണ്. ഭരണീയരെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കപ്പെടും. അമീർ ഒരു ഭരണകർത്താവാണ്, പുരുഷൻ വീട്ടുകാരുടെ ഭരണകർത്താവാണ്, സ്ത്രീ അവരുടെ ഭർതൃഗ്രഹത്തിന്റെയും സന്താനങ്ങളുടെയും ഭരണകർത്താവാണ്. നിങ്ങളെല്ലാവരും ഭരണകർത്താക്കളാണ്. തന്റെ ഭരണത്തെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടുന്നതുമാണ്. ബുഖാരി 2317, മുസ്ലിം 1829 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ അലി അലി റളിയല്ലാഹു അൻഹു നിവേദനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഭാര്യയെ തന്റെ ആവശ്യത്തിൽ ക്ഷണിച്ചാൽ അടുപ്പിന്റെ അടുത്താണെങ്കിലും അവൾ അവന്റെ അടുത്ത് ചെല്ലണം. നസാഇ തിർമിദി 1160 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യരിൽ ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഭാര്യയോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു. തിർമിദി 1159 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നിവേദനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭർത്താവിന്റെ തൃപ്തി നേടിയ സ്ത്രീ മരണപ്പെട്ടാൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. തിർമിദി 1161 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹലോകത്ത് ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ ശല്യപ്പെടുത്തിയാൽ അവന്റെ സ്വർഗ്ഗത്തിലെ ഭാര്യ ഹൂറുൽ പറയും, അല്ലാഹു നിന്നെ ശപിക്കട്ടെ, നീ അവരെ ഉപദ്രവിക്കരുത്. നിന്റെ അടുക്കൽ ഒരു അതിഥി മാത്രമാണ് അദ്ദേഹം. നിന്നോട് വിട പറഞ്ഞ് അദ്ദേഹം എന്റെ അടുത്ത് വരാനിടയുണ്ട്. തിർമിദി 1174. ഉസാമ റളിയല്ലാഹു അൻഹു നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീകളെക്കാൾ വലിയ ഒരു ശല്യവും എന്റെ കാലശേഷം പുരുഷന്മാർക്ക് സംഭവിക്കാനില്ല. ബുഖാരി 9-118, മുസ്ലിം 2740 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. കുടുംബത്തിൽ അധ്യായം 36 കുടുംബത്തിന് ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ബാബാണ്. അള്ളാഹു പറഞ്ഞു, കുട്ടിയുടെ പിതാവിനാണ് മാതാക്കൾക്ക് മര്യാദ അനുസരിച്ചുള്ള ഭക്ഷണവും വസ്ത്രവും നൽകാനുള്ള ബാധ്യത. അൽ-ബഖറ 233. സമ്പന്നൻ തന്റെ ശേഷി അനുസരിച്ച് ചെലവഴിക്കട്ടെ. ഭക്ഷണത്തിന് പ്രയാസമുള്ളവരെ തനിക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിച്ചു കൊള്ളട്ടെ. കൊടുത്തതനുസരിച്ച് ചെലവഴിക്കാനല്ലാതെ അവൻ കൽപ്പിക്കുന്നില്ല. ത്വലാഖ് 7. നിങ്ങൾ ചെലവഴിക്കുന്നതെന്തോ അതിന് അവൻ പകരം നൽകുന്നതാണ്. 39 289 ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബ സൂറത്തിലെ 39ാമത്തെ ആയത്താണ് നേരത്തെ പറഞ്ഞത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു ദീനാർ ചെലവഴിക്കുന്നു, അടിമയെ മോചിപ്പിക്കാനും ഒരു ദീനാർ ചെലവഴിക്കുന്നു, ഒരു ദീനാർ അഗതിക്ക് ദാനമായി നൽകുന്നു, നിന്റെ കുടുംബത്തിന്റെ ദൈനംദിന ചെലവിനും നൽകുന്നു. ഒരു ദീനാർ എന്ന് കരുതുക, ഇതിന് ഏറ്റവും പുണ്യമുള്ളത് നിന്റെ കുടുംബത്തിന് ചെലവഴിക്കുന്ന ഒരു ദീനാറാണ്. മുസ്ലിം 995. സൗബാൻ റളിയല്ലാഹു അൻഹു നിവേദനം. ഇദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുടുംബത്തിന് വേണ്ടിയും ദൈവിക മാർഗത്തിലുള്ള വാഹനത്തിന് വേണ്ടിയും കൂട്ടുകാർക്ക് വേണ്ടിയും ചെലവഴിക്കുന്ന ദീനാറുകളാണ് മനുഷ്യർ ചെലവഴിക്കുന്ന ദീനാറുകളിൽ അത്യുത്തമമായത്.
മുസ്ലിം 994. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നിവേദനം, അല്ലാഹുവിന്റെ റസൂലേ, അബൂ സലമയുടെ അഥവാ എന്റെ ഭർത്താവ് മക്കളെ പോറ്റി വളർത്തുന്നതിന് എനിക്ക് പ്രതിഫലം ലഭിക്കുമോ? അവരെ അലഞ്ഞു തിരിയാൻ വിടാൻ എനിക്ക് പ്രയാസമുണ്ട്. അവരെന്റെ മക്കളല്ലേ എന്ന് ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നതിന് നിനക്ക് പ്രതിഫലമുണ്ട്. ബുഖാരി 326, മുസ്ലിം 1628 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, ഇദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് സ്വകുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിനെല്ലാം ധർമ്മത്തിന്റെ പ്രതിഫലമുണ്ട്. ബുഖാരി 9437, മുസ്ലിം 1002. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ അസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താൻ ചെലവിന് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരെ അവഗണിക്കുന്നത് തന്നെ മതി മനുഷ്യനെ പാപിയാക്കാൻ. അബൂ ദാവൂദ് 1692, അഹമ്മദ് 2160, ഹാക്കിം 1415 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മുസ്ലിമിന്റെ മറ്റൊരു നിവേദനത്തിൽ, തന്റെ അധീനതയിലുള്ളവർക്ക് ഭക്ഷണം തടഞ്ഞു വെക്കുന്നത് തന്നെ മതി ഒരാൾ പാപിയാകുവാൻ. മുസ്ലിം 996. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ അടിമകൾക്ക് പുലർന്നു കിട്ടുന്ന ഓരോ പ്രഭാതത്തിലും 2 മലക്കുകൾ ഇറങ്ങി വരും. അവരിൽ ഒരു മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലാഹുവേ, നല്ല മാർഗത്തിൽ ചെലവഴിക്കുന്നവന് നീ പകരം നൽകണമേ. രണ്ടാമത്തെ മലക്ക് പറയും, അല്ലാഹുവേ, നല്ല മാർഗത്തിൽ ചെലവഴിക്കാത്തവന് നീ നാശം വരുത്തണമേ. ബുഖാരി 3241, മുസ്ലിം 1010 ഹദീസ് 1010 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മേലെയുള്ള കൈ താഴെയുള്ള കൈയേക്കാൾ ഉത്തമമാണ്. ചെലവ് നൽകാൻ ബാധ്യതപ്പെട്ടവർക്ക് നീ ആദ്യം ധർമ്മം ചെയ്യുക. സമ്പത്തുണ്ടായിരിക്കെ ചെയ്യുന്ന ധർമ്മമാണ് അത്യുത്തമം. യാചനയിൽ നിന്ന് ഒഴിവായി കിട്ടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പക്ഷം അള്ളാഹു അവനെ യാചനയിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഐശ്വര്യം പ്രകടിപ്പിക്കുന്നവനെ നിരാശ്രയനാക്കും. ബുഖാരി 3234, 235 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടത് ചെലവഴിക്കണം. അടുത്ത അധ്യായം 37, ഇഷ്ടപ്പെട്ടത് ചെലവഴിക്കുന്നതിനെ പറ്റി പറയുന്ന ബാബാണ്. അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമായതിൽ നിന്ന് ചെലവഴിക്കുവോളം അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ആൽ ഇംറാൻ 92. സത്യവിശ്വാസികളെ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ നല്ലതിൽ നിന്നും ഭൂമിയിൽ നിന്നും നാം ഉൽപ്പാദിപ്പിച്ചതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുക. ചീത്തയായത് ധർമ്മം ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കരുത്. അൽ ബഖറ 267 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ അൽ ബഖറ 267 സൂക്തമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, മദീനയിൽ ഏറ്റവും അധികം ഈത്തപ്പനത്തോട്ടങ്ങളുള്ള അൻസാരിയായിരുന്നു അബൂ തൽഹ റളിയല്ലാഹു അൻഹു. അതിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം ബിറുഹ തോട്ടമായിരുന്നു. മദീന മസ്ജിദിന്റെ അഭിമുഖമായിരുന്ന ആ തോട്ടത്തിൽ പ്രവേശിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധജലം കുടിക്കാറുണ്ടായിരുന്നു. ആൽ ഇംറാനിലെ 92 സൂക്തം അവതരിപ്പിച്ചപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ചെന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇഷ്ടപ്പെട്ടതിൽ നിന്ന് ധർമ്മം ചെയ്താലല്ലാതെ സ്വർഗം നേടാനാവില്ലെന്നല്ലേ അള്ളാഹു പറയുന്നത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് ബീറുഹ തോട്ടമാണ്. അള്ളാഹുവിന് വേണ്ടി ഞാനത് ധർമ്മം ചെയ്യുന്നു. അത് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു പുണ്യവും നിക്ഷേപവുമായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനാൽ അള്ളാഹുവിന്റെ പ്രവാചകരെ, അള്ളാഹു നിർദ്ദേശിക്കും പ്രകാരം താങ്കൾ അത് വിനിയോഗിച്ചാലും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭേഷ് ബരേ ഭേഷ്, അതൊരു ലാഭമുണ്ടാക്കുന്ന സമ്പത്താണ്. ലാഭമുണ്ടാക്കുന്ന സമ്പത്ത് തന്നെയാണിത്. താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടു. ആ സമ്പത്ത് താങ്കളുടെ അടുത്ത കുടുംബങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണമെന്നാണ് എന്റെ അഭിപ്രായം. അപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതനെ, ഞാൻ അങ്ങനെ ചെയ്യാം. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആ തോട്ടം തന്റെ കുടുംബങ്ങൾക്കും പിതൃ സഹോദര പുത്രന്മാർക്കും ഭാഗിച്ചു കൊടുത്തു. ബുഖാരി 3287, മുസ്ലിം 998. സഹോദരങ്ങളെ, ചിന്തിക്കുക, സ്വന്തം കുടുംബത്തെ സഹായിക്കുന്നതിനെ കുറിച്ച് വളരെയേറെ പുണ്യമുള്ള കാര്യമാണ്. നമ്മളിൽ പലരും ഇന്ന് അവഗണിക്കപ്പെടുന്നതും അത് തന്നെയാണ്. സ്വന്തം കുടുംബത്തെ ആട്ടിയോടിക്കുന്ന ഒരവസ്ഥയാണ്. അവരെ സഹായിക്കാൻ നമുക്ക് മനസ്സില്ല. പകരം മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മൾ ഒരുക്കമാണെങ്കിലും സ്വന്തം കുടുംബത്തിന് വേണ്ടി സഹായിക്കാൻ, സ്വന്തം ജ്യേഷ്ഠന്മാർക്ക് വേണ്ടി, അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി, കുടുംബക്കാരായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ സഹായിക്കാൻ വിമുഖത കാണിക്കുന്നു. എന്നാൽ അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും ഏറ്റവും ഇഷ്ടം സ്വന്തം കുടുംബക്കാരെ ആദ്യം സഹായിക്കലാണ്. അതാണ് ഏറ്റവും ഏറെ ഇഷ്ടം. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വന്തം കുടുംബക്കാരെയും പിന്നെ മറ്റുള്ളവരെയും ഒക്കെ സഹായിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഈ കേട്ടതും
പറഞ്ഞതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ദീൻ പഠിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ദീൻ പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അടിമകളിൽ അവിടുത്തെ അടിമകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ വീണ്ടും ആരംഭിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ദുആവസ്യത്തോടു കൂടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.